Good afternoon. Good afternoon, Miss. Good afternoon, all. Prayer ആരാണ്? Prayer ആരാണ്? Good afternoon, teacher. Good afternoon. Prayer ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? ഞാൻ പറയാം teacher. Okay. Good afternoon, everyone. Prayer. Dear God, bless my family, my friends, and the whole world. Fill our heart with love, peace, and kindness. Help us to stay happy, healthy, and strong. Okay. നമ്മള് ഏത് ചാപ്റ്ററാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? Unit 5 normalization and deviation ആണെന്ന് തോന്നുന്നു ടീച്ചർ. ഞാൻ ലാസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നില്ല, റെക്കോർഡ് ക്ലാസ് ഇതാണ് കേട്ടത്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? എവിടെ വരെ എടുത്തെന്ന് ഓർമ്മയുണ്ടോ? Muscular energy, mental energy. ഓക്കെ, ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുള്ളൂ അല്ലേ? യെസ് ടീച്ചർ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് നോർമലൈസേഷൻ ഡീവിയേഷനെ കുറിച്ചിട്ടാണ് ചാപ്റ്റർ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡീവിയേഷൻ എന്താന്ന് പറഞ്ഞിട്ട് നമ്മൾ നോർമലൈസേഷനിലേക്ക് പോകും. അവന്റെ സാധാരണ നോർമൽ വർക്കിങ്ങിൽ നിന്ന് വ്യത്യസ്തരായിട്ട് പെരുമാറാണെങ്കിൽ ഡീവിയേറ്റഡ് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് സോറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലൈസ്ഡ് ഡീവിയേറ്റഡ് ചൈൽഡിനെ നമുക്ക് വർക്കിങ്ങിലൂടെ മോണ്ടിസോറി മെത്തേഡ് പ്രാക്ടിക്സ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിലൂടെ ആ കുട്ടീനെ നമുക്ക് എന്താക്കി മാറ്റാനായിട്ട് പറ്റും? നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഒരു വ്യക്തിയെ വർക്കിങ്ങിലൂടെ പെർഫെക്റ്റ് ആക്കാൻ പറ്റും. എപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കോട്ടാണ്, വർക്കിംഗ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ് ആണ്. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാണ്, വീണ്ടും വീണ്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറും. നമ്മൾ ആദ്യം ചിലപ്പോ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ പെർഫെക്റ്റ് ആയിട്ട് മാറും. ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ക്യാരക്ടറാണ് പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. നിങ്ങളും അതേപോലെ തന്നെയാണ്. ചിലപ്പോ ആദ്യം നമ്മുടെ ക്ലാസ്സില് നമ്മൾ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞു ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ ചെയ്തപ്പോ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. പക്ഷെ പിന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും. ആ ഒരു ക്ലാസ് മാത്രമായിരിക്കും ചിലപ്പോ ഇത് പ്രശ്നമാണ്. പിന്നെ നമ്മൾ എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിട്ടായിരിക്കും. നമ്മൾ ഓരോ പ്രാവശ്യം ഒരു ക്ലാസ് എടുക്കുന്നത് മൂലം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറാണ്. അപ്പൊ പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. ഓക്കെ, ഇത് മോണ്ടിസോറി പറയുന്നത് ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസ്കുലർ എനർജിയും അതേപോലെ നമ്മുടെ ഫിസിക്കൽ എനർജിയും കൂടി ഒരുമിച്ച് വേണം വർക്ക് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ ഒരു കണക്ഷൻ വേണം. എപ്പോഴും നമ്മുടെ മൈൻഡും ബോഡിയും ഒരുമിച്ചായിരിക്കണം, യൂണിസൺ ആയിരിക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. നമ്മുടെ ടീച്ചറാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നമ്മുടെ പാഷൻ തന്നെയാണ് നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻജോയ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. എന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് ആണ്. അപ്പൊ ടീച്ചിങ് തന്നെ എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പാഷൻ, എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ജോബായിട്ട് ചെയ്യുന്നത്. സോ എനിക്കിവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഓരോ കാര്യങ്ങളും വർക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നത് ടീച്ചറൊക്കെ ആവുന്നതിന് മുമ്പായിട്ട് ചെയ്തത് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തത്.
സോ ആ സമയത്ത് എനിക്ക് അത്രയും എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. നീഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തോ? യെസ് ടീച്ചർ, അശ്വതി ടീച്ചർ എടുത്തിരുന്നു. Yes, teacher. ഓക്കെ. നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് നമ്മുടെ മനസ്സിനൊരു ഒരു നമ്മളൊരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പറയുന്നുണ്ട്. അതാണ് ഞാനുള്ള ഒരു ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. നമുക്ക് എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കില്ല ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടായിരിക്കും കാര്യം ചെയ്യുന്നത്. അത് എത്രയും പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കും നമ്മൾ. നമ്മുടെ മനസ്സും ശരീരവും ഒരുമിച്ചായിരിക്കും ആ ഒരു ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ പറഞ്ഞത് നോർമലൈസേഷനെ കുറിച്ചിട്ടാണ്. ഒരു കുട്ടീനെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടീനെ നമുക്ക് നോർമലൈസ് മാറ്റാനായിട്ട് പറ്റും. മാൻ ബിൽഡ് ഹിംസെൽഫ് ടു വർക്കിംഗ്. ഒരു വ്യക്തിയെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് വർക്കിന്റെ കൂടെ പറ്റും. ദെൻ പറഞ്ഞത് നമ്മുടെ മെന്റൽ എനർജി, ഫിസിക്കൽ എനർജി ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറഞ്ഞ ആ ഒരു എന്ത് കിട്ടുന്നത്, നോർമലൈസേഷനിലേക്ക് എത്തുന്നത്. മനസ്സും ശരീരവും നമ്മൾ ആ ഒരു വർക്കിലേക്ക് നമ്മുടെ പൂർണ്ണ എന്താ പറയാ എഫേർട്ട് നമ്മൾ ആ ഒരു വർക്കിലേക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കുറെ ക്വാളിറ്റീസ് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. നോർമലൈസേഷനിലൂടെ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റീസ് ആണ് കോൺസെൻട്രേഷൻ. ഒരു വർക്ക് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് നേരം ടൈം എടുത്ത് ഒത്തിരി നേരം ടൈം എടുത്ത് നമ്മൾ ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഒത്തിരി ടൈം എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം, പക്ഷെ ആ ഒരു കുട്ടി ഡീവിയേറ്റ് ചെയ്യുന്നില്ല. അവൻ ആ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ അതെന്താണ്, കോൺസെൻട്രേഷൻ കിട്ടുന്നു. അപ്പൊ പല ക്വാളിറ്റീസ് നമുക്ക് ഈ നോർമലൈസേഷനിലൂടെ ഓരോ കുട്ടിക്കും അത് അക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസിങ് ചിൽഡ്രൻസ് ആണ്. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് ലവ് ഓഫ് ഓർഡർ. നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിന്, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇമേജ് കാണിച്ചുതരാം. ഇമേജ് ഒന്ന് കാണിക്കും. മോണ്ടിസോറി ക്ലാസ് റൂമില് അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു ഓർഡർ ഉണ്ട്. എല്ലാ കാര്യത്തിലും അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മോണ്ടിസോറി ക്ലാസ് റൂമില് ഓരോന്നിനും അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. ഈ കുട്ടികള് ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈമിലൊക്കെ അവർക്ക് ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. പക്ഷെ കുറച്ച് ടൈം കഴിയുമ്പോൾ അവര് മുതിർന്ന കുട്ടികളെ കാണണം അവരെങ്ങനെയാണ് അവരുടെ ടൂൾസ് യൂസ് ചെയ്യുന്നു. യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കറക്റ്റ് പ്ലേസിൽ അത് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, ടേസ്റ്റ് വയ്ക്കുന്നു. അപ്പൊ ആ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് കുട്ടികൾ മനസ്സിലാക്കി പിന്നെ അവരെന്ത് ചെയ്യാണ്, ത്രൂഔട്ട് പ്രാക്ടീസിലൂടെ അവർ കാണുന്നത് ഫുള്ളും ഈ ഒരു ഓർഡർ ആണ്. അപ്പൊ അവർ ഈ ഒരു എൻവയോൺമെന്റിനോട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, അടുക്കും. അവർക്ക് ഈ ഒരു എൻവയോൺമെന്റിൽ ഈ ഒരു ഓർഡർ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ലവ് ഓഫ് ഓർഡർ ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിന് എല്ലാത്തിനും എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ ക്രമമുണ്ട്, അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട് എന്നാണ് പറയുന്നത്. The child discloses an intensive love of the environment. അപ്പൊ ഈ കുട്ടിക്ക് നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ് നമുക്കറിയാം, മോണ്ടിസോറി എൻവയോൺമെന്റ് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും മോണ്ടിസോറി എന്താ പറയാ നമുക്ക് കളിക്കാവുന്ന ഒരു രീതി അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ അപ്പാറ്റിക്സ് ആയാലും മെറ്റീരിയൽസ് ആയാലും നമ്മള് മോണ്ടിസോറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചിലതിലൊക്കെ കുറച്ചുകൂടെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ടൈമിനനുസരിച്ച്. ബേസിക് സെയിം ആണ്, പക്ഷെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കാണുന്ന കുട്ടികൾക്ക് എന്താണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാനായിട്ട് കുട്ടികൾക്ക് താല്പര്യമായിരിക്കും. അപ്പൊ അവർക്ക് ഈ ഒരു എൻവയോൺമെന്റ് പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഈ ഒരു എൻവയോൺമെന്റ് കാണുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ വരാനോ പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് കറസ്പോണ്ടിങ് അംബിഷൻ ടു കൺസേർവ് ദ ഓർഡർ ഇൻ നമ്മൾ കണ്ടു മോണ്ടിസോറി ക്ലാസ് റൂമില് ഈ ഒരു ഓർഡർ എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഒരു പ്ലേസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു ഓർഡർ ഈ കുട്ടികൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ളത് ഈ കുട്ടികൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കും. കാരണം അവർക്ക് ആ ഒരു ഓർഡർ ഇഷ്ടമാണ്. കാരണം ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും അപ്പൊ ആദ്യം ചിലപ്പോൾ കുറച്ച് നാള് ന്യൂ ചൈൽഡ് അല്ലെങ്കിൽ
ആദ്യം നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായി അറിയില്ലായിരിക്കും. ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നമ്മൾ യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് കൊണ്ടുവന്ന് വെക്കേണ്ടതെന്ന് അറിയില്ലായിരിക്കും. പക്ഷെ അവര് വീണ്ടും ക്ലാസ്സുകൾ പോകുമ്പോൾ, വീണ്ടും സെഷൻസ് പോകുമ്പോൾ അവരെന്താണ് മനസ്സിലാക്കാണ്, ഇന്ന് ഓരോന്നിനും സ്പേസ് ഉണ്ട്. അവർ മുതിർന്ന കുട്ടികൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ട് അവർ മനസ്സിലാക്കും. ദെൻ അവർ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലത്ത് ആ ഒരു മെറ്റീരിയൽസ് കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി അവര് ട്രെയിൻ ആവാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആക്ടിവേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ. ഇത് ഈ പ്രിൻസിപ്പിൾ, ഇങ്ങനൊരു ഓർഡർ വരാൻ കാരണം അല്ലെങ്കിൽ ഈ ഒരു ക്രമം വരാനുള്ള കാരണം എന്താണ്? ഒരു ഓർഡർ ആണ്. ഈ കുട്ടികളിൽ ഈ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ക്രമം നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ഓർഡർ ഫോളോ ചെയ്തില്ല. ഓട്ടോമാറ്റിക്കലി അവര് ആ ഒരു ഓർഡറിലേക്ക് വരുന്നതാണ്. അവർക്ക് ഈ ഒരു എൻവയോൺമെന്റ് ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇനി അടുത്ത് പറയുന്നത് ലവ് ഓഫ് വർക്ക് ആണ്. കുട്ടികൾ അവന് ഇഷ്ടമുള്ള വർക്ക് നമുക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായ ഇഷ്ടമുള്ള വർക്ക് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ അലോ ചെയ്യുന്നത്. സോ അപ്പൊ അവർക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ലവ് ഓഫ് വർക്ക്. ചില കുട്ടികള് 1 2 തവണയായിട്ട് റിപ്പീറ്റ് ആയിട്ട് അതേ വർക്ക് തന്നെ വീണ്ടും ചെയ്യും. ചിലപ്പോൾ അവർ ആ വർക്കിനോട് അത്ര ഇഷ്ടമായിരിക്കും. ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് അവർ ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ ലവ് ഓഫ് വർക്ക് ആണ് അവിടെ പറയുന്നത്. The work is this sense means any activity. വർക്ക് എന്ന് പറയുമ്പോൾ ഏതൊരു ആക്ടിവിറ്റിയും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വിച്ച് എഫക്ട്സ് ദ ചൈൽഡ് ഹോൾ പേഴ്സണാലിറ്റി. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഫുൾ പേഴ്സണാലിറ്റിനെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ആസ് എ ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ക്യാരി ദ ചൈൽഡ് എ കറസ്പോണ്ടിങ് ജോയ് ഇൻ പെർഫോമിംഗ് ഓഫ് ഇറ്റ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളായാലും ഒരു വർക്ക് ചെയ്തിട്ട് ക്ലാസ് റൂമിൽ ഒരു ആക്ടിവിറ്റി നിങ്ങളോട് പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ അത് പ്രസന്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ ടീമിനെയും നമ്മള് ക്ലാസ്സിലെ ബാക്കി എല്ലാ കുട്ടികളും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ലേ. അതേപോലെയാണ് കുട്ടികൾ ഒരു വർക്ക് അവരുടെ ഫുൾ ടൈമും എഫോർട്ടും എടുത്ത് ആ ഒരു വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ അവനൊരു പ്രത്യേക സന്തോഷം ആ വർക്കിനോടും ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിനോടും ഒരു പ്രത്യേക ഒരു ഇഷ്ടം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പറയുന്നത് പ്രൊഫോണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ ആണ്. നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. കാരണം ഈ കുട്ടികൾക്ക് ഒത്തിരി നേരം അവരുടെ മൈൻഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. കാരണം ഈ നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ആ കുട്ടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും ആ ഒരു വർക്കിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒത്തിരി ടൈം എടുത്തായിരിക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഹോൾ ഡേ അവർ ആ ഒറ്റ വർക്ക് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ഫുൾ എഫേർട്ട്, അവരുടെ മെന്റൽ എനർജി ഫിസിക്കൽ എനർജിയും എല്ലാം ഈ ഒരു വർക്കിലേക്ക് തന്നെ അവരെന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ അവരുടെ കോൺസെൻട്രേഷൻ ഒത്തിരി സമയം ഡീവിയേറ്റഡ് ആവാതെ വർക്ക് ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ ചെറുപ്പത്തിലെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് ഒരുപാട് നേരം ഒരു വർക്ക് തന്നെ ചെയ്യുമ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോകാതെ ഇരിക്കാനുള്ള ഒരു പവർ ചെറുപ്പത്തിലെ നമുക്ക് കിട്ടാണ്. കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി നേരം ആഫ്റ്റർ വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അതാണ് പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ദിസ് കോൺസെൻട്രേഷൻ വിച്ച് ഇസ് സോ complete often lonely the child from his environment. അവന്റെ ഒരു എൻവയോൺമെന്റിലേക്ക് അവനെ ലോൺലി ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ കുട്ടീനെ അല്ലാതെ ഇവിടെ ലോൺലി ആക്കുന്നത്, അവനൊന്നും ഇപ്പോഴത്തല്ല, അവരുടെ മൈൻഡിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അവരുടെ മൈൻഡിനെ മാത്രം നന്നായിട്ട് ആ ഒരു വർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കോൺസെൻട്രേറ്റ് ചെയ്യിക്കുകയാണ്. ഇതിന് നേരം നമ്മൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടി അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്ന് ഇവിടെ പറയുന്നത്. അല്ലാതെ കുട്ടിയെ നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നും ഒറ്റപ്പെടുത്തിയല്ല പറയുന്നത്. ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് വേണ്ട കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ മൈൻഡിനെ ലോൺലി ആക്കുന്നുണ്ട്. ഇനി അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി നമുക്ക് പറയാം. നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിനി നമ്മളുടെ പുറത്തുള്ള വേൾഡിന്റെ അതേ ഒരു ബേസിക്കിലാണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിന്റെ അതേ ഒരു മിനി നേച്ചർ ആണ് നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു മരം എന്ന് പറയുമ്പോൾ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ട്രീ എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ഉണ്ടാവും. ഒറിജിനൽ ആയിട്ടുള്ള ഒരു മരത്തിന്റെ ഇമേജ് ആയിരിക്കും. കുട്ടിക്ക് മനസ്സിലായി ഇത് മരമാണ്, ഇത് ട്രീ ആണ്. പുറത്ത് അവ കാണുന്നതും അത് തന്നെയാണ്, മരം തന്നെയാണ്. സോ അവൻ റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് എന്താവും
മനസ്സിലാക്കാനും അവരെ എക്സ്റ്റേണൽ പുറത്തുള്ള റിയാലിറ്റിയെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഈ കുട്ടികൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് അവരുടെ ഡെയിലി ലൈഫിൽ അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ എവിടെ ചെയ്യിക്കുന്നുണ്ട്, മോണ്ടിസോറിയിൽ ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഒരു ആക്ടിവിറ്റി ആണ് മോണ്ടിസോറിയിൽ നമ്മളൊരു പ്രാക്ടീസ് ആണ് ഫ്രെയിമുകൾ എന്ന് പറയും. അതിൽ ബട്ടൺ ഫ്രെയിം ഉണ്ട്, അതേപോലെ ബക്കിള്, സിപ്പ് ഫ്രെയിം, ഷൂലേസ് ഫ്രെയിം, അങ്ങനെ ഒത്തിരി ഫ്രെയിമുകളുണ്ട്. ഓക്കെ, ഞാൻ ഫ്രെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിലാണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്. മെയ് 1 ആണെന്ന് തോന്നുന്നല്ലേ, ഫസ്റ്റ് വീക്ക്. ഓക്കെ ഏടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാനത് തന്നിട്ടില്ലെങ്കിൽ തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, തന്നിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പോ നമ്മൾ ബട്ടൺസ് ഇപ്പൊ ഒരു കാര്യം പറയാണ്, കുട്ടീനെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ആ കുട്ടിക്ക് ബട്ടൺസ് ഇടാനായിട്ട് ആദ്യമുള്ളതെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളിവിടെ ബട്ടൺ ഫ്രെയിം വെച്ചിട്ടാണ് അവനെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. പഠിപ്പിക്കണമെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി ട്രെയിൻ ആവാണ്. അവന് ഈ അവന്റെ നമ്മളെ മോൺസോറി എൻവയോൺമെന്റ് വിട്ട് വന്നാലും അവന്റെ ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവൻ എന്താണ് ശരിക്കും ആക്ട് ആയി മാറാണ്. സോ അവന് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, റിയാലിറ്റി ആയിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഓരോ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്രെയിം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. The mind constructs itself through contact with the existence, not with the projections of make beliefs. നമ്മുടെ മൈൻഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എക്സിസ്റ്റൻസ് എന്താണ് അവിടെ ഉള്ളത് അത് വെച്ചിട്ടാണ്. അല്ലാതെ നമ്മൾ ഇമാജിനേറ്റീവ് ആയിട്ടല്ല കുട്ടികളെ പറഞ്ഞുകൊടുക്കുന്നത്. പലർക്കും പറയുന്നത് നമ്മുടെ മറ്റൊരു ഇമേജ് ആണ്. അതേപോലെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാം, നമ്മൾ ആൽഫബറ്റ്സ് പഠിപ്പിക്കാം. സാധാരണ എങ്ങനെ പഠിപ്പിക്കാം? ആപ്പിൾ. എങ്ങനെയാണ് ആപ്പിൾ എന്ന് പറയുമ്പോൾ കുട്ടികളോട് നമ്മള് ആപ്പിളിന്റെ ഇമേജോ അല്ലെങ്കിൽ ആപ്പിള് ഷേപ്പുള്ള ഒരു കാര്യം കാണിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ആപ്പിളാണ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഷേപ്പ്. അവർ ടച്ചൊക്കെ ചെയ്ത് നോക്കും. സോ അവര് റിയൽ വേൾഡിലേക്ക് വരുമ്പോ ഇപ്പൊ ആപ്പിൾ കാണുമ്പോൾ അവർ പറയും ഇത് ആപ്പിളാണ്. ഓക്കെ, പിന്നെ നമ്മളെന്താ പറയാ കുട്ടികളോട് ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബോൾ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണ്. ബോൾ കാണിച്ചാണ് നമ്മൾ കൊടുത്ത് പഠിക്കുന്നത്, ചെയ്തവർക്ക് മനസ്സിലാക്കാണ്. അപ്പൊ നമ്മളങ്ങനെ റിയാലിറ്റിയോട് കുറച്ചും കൂടി അറ്റാച്ച് ആവാണ് ഈ കുട്ടികള്. റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ മോണ്ടിസോറി വേൾഡ് എൻവയോൺമെന്റ് പിന്നെ റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അവർക്ക് സുപരിചിതമായി പരിചിതമായിരിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മളിവിടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് അവരെന്ത് കാണുന്നത്, എക്സ്റ്റേണൽ വേൾഡിൽ കാണുന്നത്. സോ വളരെ റിലേറ്റഡ് ആയിരിക്കും. The mind constructs itself through contact with existence, not with the projection of make beliefs. The foundation of its all is the external world, as taken first through the sense and moments, and later by reasoning and imagination. ആദ്യം നമ്മൾ സെൻസാ ചെയ്യുന്നത്. നമ്മൾ മോണ്ടിസോറിയില് ഓരോ കാര്യങ്ങൾ സെൻസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ഓരോ കാര്യങ്ങളും. ഇപ്പൊ നിങ്ങള് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ആക്ടിവിറ്റി തരും, കളറിംഗ് ബോക്സ്. അപ്പൊ അത് നമ്മൾ സെൻസ് ചെയ്യാണ്, കാണാണ്, കളറുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കാണ്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ആക്ടിവിറ്റീസ് തരും. അപ്പൊ ഓരോരോ കാര്യങ്ങൾ സെൻസ് ചെയ്ത് അത് മനസ്സിലാക്കാണ്. ഇപ്പൊ ആൽഫബറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മോണ്ടിസോറി പഠിപ്പിക്കുമ്പോ അത് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണ് പഠിപ്പിക്കുന്നത്. സാൻഡ് പേപ്പർ കൊണ്ടുള്ള ആൽഫബറ്റ്സ്. അപ്പൊ അത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോ അവർക്ക് മനസ്സിലാക്കാം, സെൻസ് ചെയ്യാണ് അവർ കൈ കൊണ്ട് അത് മൊമെന്റ്സിലൂടെ ടച്ച് ചെയ്ത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോ എങ്ങനെയാണ് എന്നുള്ളത് അവർ ടച്ച് ചെയ്ത് മനസ്സിലാക്കിയാണ്. അപ്പൊ ഈ ഓരോ കാര്യങ്ങളും അവർക്ക് എക്സ്റ്റേണൽ വേൾഡ് ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. ദെൻ ലേറ്റർ ആണ് ഒരു റീസൺ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്, പിന്നെയാണ് ഇമാജിനേഷനിലേക്ക് വരുന്നത്. സോ അവർക്ക് എക്സ്റ്റേണൽ വേൾഡും അതേപോലെ മോണ്ടിസോറി വേൾഡും തമ്മിൽ വേർതിരിവുണ്ടാവില്ല, അല്ലെങ്കിൽ ഡിഫറൻസ് തോന്നുന്നു. കാരണം അവർ എന്താണോ മോണ്ടിസോറി വേൾഡിൽ കണ്ടത് അത് തന്നെയായിരിക്കും അവരെന്ത് ചെയ്യുന്നത് എക്സ്റ്റേണൽ വേൾഡിലേക്ക് വരുമ്പോൾ കാണുന്നത്. നമ്മളിവിടെ ട്രീ എന്ന് പറയുമ്പോൾ അവരെ ട്രീ എന്ന് പറയുന്ന കാര്യം കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ മരത്തിന്റെ ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ വരച്ചിട്ടായിരിക്കും. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഏതെങ്കിലും ബോളില് മരത്തിന്റെ ഇമേജ് ഉണ്ടാവും. സോ ആ ഒരു
ട്രീ കണ്ടാണ് അവർ പഠിക്കുന്നത്. ഇത് ട്രീ ആണ്, ഇങ്ങനെയാണ് ട്രീ എന്ന് അവർ ഓൾറെഡി അത് പഠിച്ചു. ദെൻ അവർ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡിലേക്ക് വരുമ്പോൾ അവർ ട്രീ കാണുകയാണെങ്കിൽ ഇത് ട്രീ ആണ് എന്ന് കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പരിധിവരെ നമ്മുടെ ക്ലാസ്സുകളിലും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ട്രീ എന്ന് പറയുമ്പോൾ ഇമേജ് കാണിക്കുന്നുണ്ട്, എന്നാൽ പക്ഷെ അത് അവർ തൊട്ട് നോക്കാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ ഒന്നും അലോ ചെയ്യുന്നില്ല. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ അലോ ചെയ്യുന്നുണ്ട് അവരെ. The information received, the information so received is worked upon and integrated and realized into order of intelligence. നമുക്ക് ഈ കിട്ടുന്ന ഓരോ ഇൻഫർമേഷൻസ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മളത് ഇന്റലിജൻസിന്റെ ഭാഗമാക്കി മാറ്റാം, ഈ റിയാലിറ്റി ആയിട്ട് മാറ്റാം. നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞു, 4 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ലവ് ഓഫ് ഓർഡർ പറഞ്ഞു. നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിനോട് കുട്ടികൾക്ക് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അവര് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുട്ടികൾ തന്നെ ശ്രമിക്കും. ലവ് ഓഫ് വർക്ക്, അപ്പൊ ഓരോ വർക്കും ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു വർക്ക് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഈ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്, ഒത്തിരി നേരം ഡിസ്ട്രാക്ട് ആവാതെ ഡെലിഗേറ്റ് ചെയ്യാതെ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പവർ കുട്ടികളിൽ ഡെവലപ്പ് ആവും. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, ഈ കുട്ടികൾ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പഠിപ്പിക്കുന്ന ഓരോ കാര്യവും റിയലിസ്റ്റിക് ആണ്, നോട്ട് ഇമാജിനേഷൻ. എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അവർക്ക് പെട്ടെന്ന് റിയാലിറ്റി ആയിട്ട് അറ്റാച്ച് ആവാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ലവ് ഓഫ് സൈലൻസ്. നമ്മൾ പറഞ്ഞില്ല ഒത്തിരി നേരം കുട്ടീനെ ഒറ്റപ്പെടുത്തുന്നു, പക്ഷെ അവർ കുട്ടീനെ അല്ല ഒറ്റപ്പെടുത്തുന്നത്, നമ്മൾ അവന്റെ മനസ്സിനെയാണ് അവിടെ ഒറ്റപ്പെടുത്തുന്നത്. ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് വേണ്ട കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് അവന്റെ മനസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോകിലാക്കുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ലവ് ഓഫ് സൈലൻസ്. This does not mean that the child like to work in loneliness. ഇതിനർത്ഥം ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നതിന് അർത്ഥം ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്ന് അല്ല. But rather in the psychological isolation mentioned above, it is the result of concentration. പക്ഷെ നമ്മൾ സൈക്കോളജിക്കൽ ഐസൊലേഷൻ പറഞ്ഞു, കോൺസെൻട്രേഷന്റെ കാര്യത്തിൽ സൈക്കോളജിക്കൽ ഐസൊലേഷന്റെ കാര്യം പറഞ്ഞു. അതെന്താണ്? അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് ആണ് കോൺസെൻട്രേഷൻ. അവിടെ മൈൻഡ് ആണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്. ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ഒറ്റപ്പെടുത്തുക എന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ അവിടെ ഒറ്റപ്പെടുത്തുന്നത്. ഒത്തിരി നേരം നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാപ്തരാക്കുകയാണ്. ഒത്തിരി നേരം ഇപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒത്തിരി നേരം ഡിസ്ട്രാക്ട് ആവാതെ ഒത്തിരി നേരം പഠിക്കാനൊക്കെ ഉള്ള കഴിവുകളുണ്ട്. അപ്പൊ മനസ്സിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ് പറയുന്നത്. അല്ലാതെ കുട്ടീനെ നമ്മള് ഈ ഒരു എൻവയോൺമെന്റിൽ നിന്ന് ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മാറ്റിയിരുത്തുക അങ്ങനെയൊന്നല്ല ഇവിടെ പറയുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, at other times, അല്ലാത്ത സമയങ്ങളിൽ ഓക്കെ, when the aim of work is more conscious and external children frequently work together in an automatically formed group. അല്ലാത്ത പക്ഷം നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികളെ ഒരുമിച്ച് വർക്ക് ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വർക്കൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ അവനൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ അവൻ ആ ഒരു വർക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൈക്കോളജിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് കാരണം അവന് കോൺസെൻട്രേഷൻ പവർ കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ അവരെ ഒരുമിച്ച് ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും. അവർക്ക് ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. ഓക്കെ, നമ്മളപ്പോ 5 പോയിന്റ്സ് ഞാനിവിടെ പറഞ്ഞു. ഈ 5 പോയിന്റ്സ് വേഗം ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും ലവ് ഓഫ് ഓർഡർ മുതൽ ലവ് ഓഫ് സൈലൻസ് വരെ റീഡ് ചെയ്യട്ടോ.
റീഡ് ചെയ്തോ? ഫ്രീ ആയിരിക്കല്ലേ, കഴിയുമ്പോ പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവരോ? ഗീത, കല്യാണി, അമൃത, അല്ലയോ? റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണോ കേട്ടോ. Yes, teacher, finished. ഓക്കെ മാഡം, നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ നെക്സ്റ്റ് പോയിന്റില്? No, teacher. നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പറയാണ് സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇൻഹെറിറ്റ് ഓർ ഇൻഹെറിറ്റ് എന്നുള്ള മീനിങ് ആണ് വേറെന്നുള്ള മീനിങ്. ഓക്കെ, ഞാൻ പറയാം. നമ്മള് ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് ഒരു കുട്ടി ആദ്യം വരാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരാനൊക്കെ. അതേപോലെ തന്നെ അവന് നമ്മുടെ മെറ്റീരിയൽസ് കൈവശം വെക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. കൈവശം വെക്കാന്ന് വെച്ചാല് വീട്ടിൽ കൊണ്ടുപോകാനും ഭയങ്കര താല്പര്യമായിരിക്കും. അത് നോർമലാണ്, നമുക്കറിയാം. കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ അവർ ആഗ്രഹിക്കാറുണ്ട്. അതേപോലെ തന്നെ നോർമലി നമ്മുടെ മെറ്റീരിയൽസും അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ആദ്യം താല്പര്യം ഉണ്ടാവും. പിന്നെ നമ്മൾ അവർ കുട്ടികളെ മനസ്സിലാക്കും. അവരുടെ കുട്ടികൾ വർക്കൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാകും? ഈ മെറ്റീരിയൽസ് ഒക്കെ ഇവിടത്തെയാണ്, മോണ്ടിസോറി എൻവയോൺമെന്റ് ആണ്, ഇവിടുത്തെ ക്ലാസ് റൂമിലെയാണ്, ഇതെല്ലാം ഇവിടെയാണ് വേണ്ടത്. എനിക്ക് ഇവിടെ വരുമ്പോൾ മാത്രമാണ് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാനുള്ള അവകാശം ഈ ക്ലാസ്സിലെ ബാക്കി എല്ലാ കുട്ടികൾക്കും ഉണ്ട് എന്നവര് ഒരു ടൈം കഴിയുമ്പോൾ, ചിലപ്പോൾ 1 month or 2 months ഈ കുട്ടികളെ മനസ്സിലാക്കും. ദെൻ അവര് എന്ത് ചെയ്യില്ല, ഈ മെറ്റീരിയൽസ് ഒന്നും വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. ആദ്യം വരുമ്പോ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും, അതൊക്കെ വീട്ടിൽ വാങ്ങിക്കണം, വേണം എന്നുള്ള ചിന്ത കുട്ടികളുടെ മനസ്സിലുണ്ടാവും. പിന്നെ അത് മാറി അത് മനസ്സിലായി തുടങ്ങി. ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഈ മോണ്ടിസോറി ക്ലാസ് റൂമിൽ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. അതെല്ലാം ഇവിടെ പ്ലേസ് ചെയ്തതാണ്. ഇവിടെ എല്ലാ കുട്ടികൾക്കും അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മളിവിടെ പറയാം. ഓക്കെ, നോക്കാം. The move of normalized children to the prepared environment and to all enhancing occupation contained is that intensive love, not the productivity. എന്ന് വെച്ചാൽ മോണ്ടിസോറി നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഉള്ള പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റ് ശരിക്കും പറഞ്ഞ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അവന് പൂർണ്ണ ഇഷ്ടത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആയിരിക്കും അത് ചെയ്യുന്നത്. നോ പ്യൂബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വേറെ കുശാഗ്രതയോ അങ്ങനെ അല്ലാതെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ മറ്റൊരു മൈൻഡോടും കൂടി ആയിരിക്കും ചെയ്യുന്നത്. അത് ഭയങ്കര ഇഷ്ടത്തോട് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടി ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണ ഇഷ്ടത്തോടു കൂടിയായിരിക്കും. It is the truth that the first flash of their enthusiasm, children may wish to take the material home with them, but only for use. നമ്മള് ആദ്യം ഈ കുട്ടികളെ ഈ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോ അപ്പോ എന്താണ് അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. മെറ്റീരിയൽസ് ഒക്കെ അവർ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. പിന്നെയാണ് അവർക്കത് മനസ്സിലാകുന്നത്. നമ്മൾ ഈ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കണ്ട് മനസ്സിലാക്കുന്നതാണ്. അവരെങ്ങനെ അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കും. മുതിർന്ന കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും ഈ മെറ്റീരിയൽസ് എല്ലാം ഈ മോണ്ടിസോറി ക്ലാസ് റൂമിൽ തന്നെയാണ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാനുള്ളതാണ്. ഇതൊന്നും നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. The reason why a normalized children has this defense of always waiting to possess things is because he has been sublimated his interest in them. അപ്പൊ ഈ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ളത്. എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ മെറ്റീരിയൽസ് നമുക്കറിയാം ചിലപ്പോൾ ഒരു സെറ്റ് മെറ്റീരിയലെ ക്ലാസ് റൂമിലുള്ളെങ്കിൽ ഒരു കുട്ടി
ആ മെറ്റീരിയൽ എടുത്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ മെറ്റീരിയൽ യൂസ് ചെയ്യണം. ഞാനൊരു കുട്ടിയാണ്, എനിക്കും ആ മെറ്റീരിയൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ എന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം എനിക്ക് കിട്ടിയ മറ്റൊരു മെറ്റീരിയൽ ആണ്, ഞാനത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ആ കുട്ടി ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് ആ ചെറുപ്പത്തിലേ വരാണ്. വെയിറ്റ് ചെയ്യാൻ അത്രയും പേഷ്യൻസോട് കൂടി നിൽക്കാനുള്ള ഒരു മനസ്സ്, ആ കുട്ടി വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാന്നുള്ളൊരു മനസ്സ് ആ ചെറുപ്പത്തിലെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ കുട്ടിക്ക് തയ്യാറെടുക്കാണ്. പേഷ്യൻസ് ആ ചെറുപ്പത്തിലെ പഠിക്കാണ്. ഇതെല്ലാം ഒരു കുട്ടിയുടെ നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പേഷ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോ അത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം, പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് ആൻഡ് നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. ഈ കുട്ടികൾ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾ റിയൽ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കില്ല സെലക്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മളുടെ കുട്ടികളെ തന്നെ നോക്കി ചെയ്താൽ മതി. അവര് എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശിയിട്ട് പിടിച്ച് കരയില്ലേ. പക്ഷേ ആ കളിപ്പാട്ടം കെട്ടിക്കഴിയുമ്പോൾ പിന്നെ അവരത് യൂസ് ചെയ്യില്ല. അത് അന്ന് നോക്കിയിട്ട് ആ ഒരു ഇഷ്ടം കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് മറ്റെന്തെങ്കിലേക്ക് പോകും. പക്ഷേ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികള് അവർ റിയൽ ആയിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അവർക്ക് റിയൽ ചോയ്സ് കറക്റ്റ് ആയിട്ട് അവരെ കറക്റ്റ് ആയിട്ട് അത് സെലക്ട് ചെയ്യാനായിട്ട് അവർ പഠിക്കും. ഇപ്പോ നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഏത് മെറ്റീരിയൽ വർക്ക് ചെയ്യണം എന്നുള്ളത് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ അവരത് കറക്റ്റ് ആയിട്ട് അവരത് എന്ത് ചെയ്യും, വർക്ക് ചെയ്ത് തുടങ്ങും, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യും. പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ്, not from curiosity. Children are now forced in their action by real choice and no longer mere investigative. വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണക്ഷമതയില്ല. അവര് റിയൽ ആയിട്ടായിരിക്കും ചോയ്സ് ചെയ്യുന്നത്, അല്ലാതെ ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കില്ല അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ഏത് ആക്ടിവിറ്റി ചെയ്യുന്നുള്ളത് അവരുടെ റിയൽ ചോയ്സ് ആണ്. പിന്നെ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. സോ ഈ ഫ്രീഡം കൊടുക്കുന്നത് മൂലം നോർമലി അവരെന്തായിട്ട് മാറും, ഒബീഡിയന്റ് ആയിട്ട് മാറും. ഒബീഡിയൻസ് അവരിൽ വരും, അനുസരണം വരും. കാരണം നമ്മള് മോണ്ടിസോറി ക്ലാസ് റൂമിൽ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. എന്ത് വർക്ക് വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. വേർബൈ അവര് നമ്മളോട് തിരിച്ച് ഒബീഡിയന്റ് ആയിട്ട് നല്ല അനുസരണയുള്ള കുട്ടികളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഒബീഡിയൻസ് ആണ് വായിക്കുന്നത്. നോർമലൈസ്ഡ് ചിൽഡ്രൻ ആർ മാർക്കബിളി ഒബീഡിയന്റ്. നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള നല്ല അനുസരണയുള്ള കുട്ടികളായിരിക്കും നോർമലൈസ്ഡ് ആയിട്ട് പറയുന്നത്. To prove our children endure the various stages in development of will. അപ്പൊ അവര് ഓരോ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്. ഓക്കെ, നമ്മള് കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, അലോ ചെയ്യണം. മോണ്ടിസോറിയിൽ അങ്ങനെയാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി, ഇഷ്ടമുള്ള വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളുടെ ഡ്യൂട്ടി ജസ്റ്റ് സൂപ്പർവിഷൻ മാത്രമുള്ളൂ. നമ്മുടെ ഡ്യൂട്ടി ഞാൻ പറയേ സൂപ്പർവിഷൻ മാത്രമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കുട്ടികൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കി നിന്നാൽ മതി. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റർഫിയർ ചെയ്താൽ മതി. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഫെസിലിറ്റേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്താണ്, ജസ്റ്റ് ഒന്ന് ഇന്റർഫിയർ ചെയ്താൽ മതി. Okay. The whole aim of Montessori method contains, amongst other things, that the child gather as much independence as is possible for him to acquire at each stages of development. അവരെ നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുകയാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് ഏതൊക്കെ ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫുൾ ഫ്രീഡം നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. The directness must always follow the limit of her intervention. നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക മാത്രമാണ്. അതേപോലെ തന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അധികം ഇന്റർഫിയർ ചെയ്യേണ്ട, കുട്ടികളുടേതായ രീതിയിൽ ചെയ്തോട്ടെ. ഇപ്പൊ പിങ്ക് ടവർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട് നമ്മളുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ. എന്താണ് പിങ്ക് ടവർ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ടോ നിങ്ങളെ ടീച്ചർമാരെങ്കിലും? ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് പിങ്ക് ടവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. പിങ്ക് ടവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്മള്
ഫ്രെയിം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് പിങ്ക് ടവർ കളറിംഗ് ബോക്സ് ഒക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ പിങ്ക് ടവർ ആണ് ശരിക്കും പറഞ്ഞാൽ 10 വുഡൻ ബ്ലോക്സ് ആണ് ഈ പിങ്ക് ടവർ എന്ന് പറയുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 1 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ വരുന്ന 10 വുഡൻ ബ്ലോക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ പിങ്ക് ടവർ നമുക്ക് നേരെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ നേരെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടികൾ അത് പാരലായിട്ട് കൺസ്ട്രക്ട് ചെയ്യും. പാരലായിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ അവർക്ക് ഫ്രീഡം കൊടുക്കുക, നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുക. ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ട ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് അലോ ചെയ്യാം. ഓക്കെ, പറ്റാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം നമ്മുടെ പിങ്ക് ടവർ കാണിച്ചു തരട്ടെ നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ഇതേപോലത്തെ പിങ്ക് ടവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോ നിങ്ങൾ നോക്കിക്കോ, വുഡൻ ബ്ലോക്സ് ആണ്. എല്ലാവർക്കും വുഡൻ ബ്ലോക്സ് കിട്ടണം എന്നൊന്നുമില്ല. അപ്പോ ബാക്കി വുഡൻ ബ്ലോക്സ് ഒന്നും കിട്ടാത്ത കുട്ടികളും പിങ്ക് ടവർ ചെയ്യാറുണ്ട്. അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ട് ഉണ്ടല്ലോ, ചാർട്ട് കട്ട് ചെയ്തിട്ട് പിങ്ക് ടവർ ബോക്സ് ആക്കി പിങ്ക് ടവറിന്റെ രൂപത്തിലാക്കാറുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി എങ്ങനെ പിങ്ക് ടവർ ക്രിയേറ്റ് ചെയ്യാം ബൈ ചാർട്ട്. ഫുഡൊക്കെ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം പിന്നെ അത് വാങ്ങിക്കാനും ഭയങ്കര പൈസയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ക്രിയേറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് അതിനോട് പ്രത്യേക ഇഷ്ടമുണ്ടാവും. അപ്പൊ അത് നമുക്ക് നല്ലതാണ്. ചാർട്ട് കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. ആക്ടിവിറ്റി വരും, ഞാൻ പറഞ്ഞു. പിങ്ക് ടവർ കുട്ടികൾക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം, പാരലൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. അവർക്ക് ഫ്രീഡത്തിന് വിടാണ്, ഫുൾ അവർക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കണം. അവർക്ക് ഫുൾ സ്വാതന്ത്ര്യം നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കൊടുക്കുന്നുണ്ട്. സോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പൊ അതാണ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്. ഇനി നമ്മൾ പറയുന്നതാണ് ഇൻ ദ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. നമ്മൾ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു നമ്മളുടെ മുതിർന്ന കുട്ടികൾ, നമുക്കറിയാം പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരുന്നു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉണ്ടാവുന്നത്. സോ അപ്പോ മുതിർന്ന കുട്ടികൾ എങ്ങനെ മനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർ പരസ്പരം ഒരു സഹായമായിരിക്കും. എങ്ങനെ മണ്ണിന് തെറ്റിപ്പോയി അല്ലെങ്കിൽ ചെറിയ കുട്ടി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, അത് കറക്റ്റ് ചെയ്യും. ഓക്കെ, in a class of normalized children, mutual aid naturally takes the place of competition. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കോമ്പറ്റീഷൻ ഒന്നും അല്ല വരുന്നത്. അവിടെ എന്താ വരുന്നത്, മ്യൂച്വൽ എയ്ഡ് ആണ്. പരസ്പരമുള്ള സഹായമാണ്. മുതിർന്ന കുട്ടികളെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നു, യങ്ങർ വൺസ് അവരുടെ സമപ്രായക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്കൊരു ഹെൽപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ആ ഹെൽപ്പ് ചെയ്ത ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമുക്ക് ആ ഹെൽപ്പ് തിരിച്ചു കിട്ടും. These children are always helping one another. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികള് ഒരു കുട്ടി മറ്റൊരു കുട്ടീനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. The older and more advanced show an advanced interest in the progress of the younger ones. നമ്മൾ ഈ ഓൾഡർ അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികള്, ആദ്യം നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികള് അവരെ യങ്ങർ വൺസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അവരെ എന്തൊക്കെ ചെയ്തതിൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അത് ഗൈഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഓൾഡർ വൺസ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. സോ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഓക്കെ, പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ മ്യൂച്വൽ എയ്ഡ് നോർമലി ടേക്ക് പ്ലേസ് ചെയ്യുന്നതാണ്. പരസ്പരമുള്ള ഈ സഹായം എന്ന് പറയുന്നത് നോർമലി ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ ഒബീഡിയൻസ് പറഞ്ഞതുപോലെ വീണ്ടും വരുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. നമ്മളിവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മുടെ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്, അച്ചടക്കം, ഡിസിപ്ലിൻ. This is the one of the features that usually astonished visitors most when they see the Montessori school for the first time. ഒരു മോണ്ടിസോറി സ്കൂൾ ഒരു ക്ലാസ് റൂം നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് വിസിറ്റേഴ്സിനെ നമുക്കായാലും തോന്നും അച്ചടക്കത്തോടെ കുട്ടികൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നും. This discipline is complete that the absence of distress for a long time does not affect. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒത്തിരി നേരം ഇടാതെ അനുസരണയോടെ ഇരിക്കാനല്ല. പക്ഷേ ഈ കുട്ടികൾ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ നല്ല ഡിസിപ്ലിനോട് കൂടിയായിരിക്കും ഓരോ വർക്കും ചെയ്യുന്നത്. അത്ര കെയർഫുൾ ആയിട്ടായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നത്. The discipline is one of the fruit of liberty. അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ് എന്ത്, ഡിസിപ്ലിൻ. നമ്മളിവിടെ ഫുൾ ഫ്രീഡം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഈ ഒരു
ഡിസിപ്ലിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാനായിട്ട് പറ്റുന്നത്. ഡിസിപ്ലിനും ഒബീഡിയൻസും ഒക്കെ കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ജോയ്. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ഒരു വർക്ക് ഒരു കുട്ടിക്ക് ഒത്തിരി നേരം എടുത്ത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. ഒത്തിരി ടൈം എടുത്തിട്ടുണ്ട് അവൻ ആ വർക്ക് ചെയ്യാൻ. ചിലപ്പോൾ രാവിലെ വന്ന മുതൽ പോകാറാവണ വരെയും ചിലപ്പോൾ ആ ഒരു വർക്കിൽ തന്നെയായിരിക്കും അവനെ ടൈം സ്പെൻഡ് ചെയ്തത്. ഹോൾ ഡേ സ്പെൻഡ് ചെയ്ത് ലാസ്റ്റ് ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി. ആ ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ആയി, സക്സസ് ആയി. ആ ഒരു സിറ്റുവേഷനിൽ അവന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് മറ്റൊന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും കിട്ടുന്നത്. ആ വർക്ക് ചെയ്ത് അവൻ അക്കോംപ്ലിഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അവർക്ക് ഭയങ്കര വലുതായിരിക്കും. അതാണ് ജോയ്. This joy which shines in the children's face and surely in their whole attitude is something more than pleasure or happiness being entertained. നമുക്ക് ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. കുട്ടിയുടെ ഓരോ വർക്ക് ചെയ്ത് ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടിയായിരിക്കും നമ്മളോട് പറയുന്നത്. ഭയങ്കര ഹാപ്പി ആയിരിക്കും മുഖത്ത്. അത് മറ്റൊന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, കവർന്നെടുക്കാനായിട്ടൊന്നും പറ്റില്ല. ലൈക്ക് ദ കോൺസെൻട്രേഷൻ റെഫേഴ്സ് above നമ്മൾ നേരത്തെ കോൺസെൻട്രേഷൻ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ ഡീപ്പ് ആൻഡ് ക്രിറ്റിക് ഇമോഷൻ. ഒരു വ്യക്തിയുടെ മനസ്സിലെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷൻ ആണ് എന്ത് ജോയ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയാലും നമുക്ക് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് മറ്റൊന്നാണ്. അത് ഭയങ്കര ഒരു നമ്മുടെ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു തിങ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു. ആ ഫസ്റ്റ് ഡേ നിങ്ങൾ ആ ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾ ആ കുട്ടികളെ പഠിച്ച് കഴിഞ്ഞ് വരുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ജോയ്, എന്താണ് ഹാപ്പിനെസ് എന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിൽ നിന്നുള്ള ഒരു ഫീലിംഗ് ആണ്. നമ്മുടെ മനസ്സിൻ്റെതായ ഒരാളോടും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഈ പറഞ്ഞ ജോയ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കുട്ടികൾ ഓരോ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നിനും അതെന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. It is the fact that the joy that nature always grants as an accomplishment of to the right to use the facilities. It is the joy which comes with the acting in obedience to the law of our nature. നമ്മുടെ ഈ ഒരു ജോയ്, ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ജോയ് എന്തിന്റെ ഒരു ആക്ടിന്റെ ഫലമാണെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ നേച്ചറിന്റെ ലോ ആയിട്ട് ഒബീഡിയന്റ് ആവുമ്പോൾ അനുസരണയോടുകൂടി നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നില്ല, നമ്മൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. എന്നാൽ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് ഈ ഒരു സന്തോഷം എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഫുള്ളും എന്തായിരുന്നു, നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് വേഗം സമപ്പ് ചെയ്യാം, ഓരോന്നും ഒന്നുകൂടി പറയാം. ലവ് ഓഫ് ഓർഡർ. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് നമ്മളുടെ എൻവയോൺമെന്റിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാവും. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. മെറ്റീരിയൽസിന്റേതായാലും എന്തിന്റെയായാലും അതിൻ്റെതായ ഒരു ഓർഡർ അവർ മെയിൻറ്റെയിൻ ചെയ്യും. ലവ് ഓഫ് വർക്ക്. അവർക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിൽ വർക്ക് ഓറിയന്റഡ് ആണെന്ന് നമുക്കറിയാം. ഓരോ വർക്കും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആ വർക്കിനോട് നല്ല താല്പര്യം ഉണ്ടാവും. പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഒത്തിരി ടൈം ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം കോൺസെൻട്രേഷൻ, അവരുടെ മൈൻഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ കിട്ടും. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. നമ്മൾ റിയാലിറ്റി ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ റിയാലിറ്റി ആയിട്ട് അറ്റാച്ച് ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് അവർക്ക് എക്സ്റ്റേണൽ വേൾഡും നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് തമ്മിൽ ഡിഫറൻസ് തോന്നില്ല. കാരണം അവരെന്താണോ മോണ്ടിസോറി ക്ലാസ് റൂമിൽ പഠിക്കുന്നത് അത് തന്നെയാണ് അവർ പുറത്ത് കാണുന്നത്, എക്സ്റ്റേണൽ വേൾഡിൽ കാണുന്നത്. സോ ദർ ഇസ് നോ ഡിഫറൻസ്. ലവ് ഓഫ് സൈലൻസ്. നമ്മളിവിടെ പറയുന്നുണ്ട്, നമ്മളിവിടെ കുട്ടീനെ എന്ത് ചെയ്യാണ്, ലോൺലിനെസ് ആക്കുവാണ്, ഒറ്റപ്പെടുത്താന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ കുട്ടീനെ അല്ല നമ്മൾ അവിടെ ഒറ്റപ്പെടുത്തുന്നത്. ഒരു സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ്. നമ്മളവരുടെ മൈൻഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐസൊലേറ്റ് ചെയ്യുന്നത്, ഒറ്റപ്പെടുത്തുന്നത്. ഒത്തിരി നേരം ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മൈൻഡ് ഐസൊലേറ്റ് ചെയ്യാണ്. അതുവഴി അവന് നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ഒത്തിരി നേരം ഡിസ്റ്റർബ് ആവാതെ ഡീവിയേറ്റഡ് ആവാണ്ട് അവൻ ആ ഒരു വർക്ക് ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ അവന് കിട്ടുന്നുണ്ട്. ദെൻ അല്ലാത്ത സമയത്തൊക്കെ അവര് ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ആയിരിക്കും എൻഗേജ് ചെയ്യുന്നത്. ഇനി പറയുന്നത് സബ്മിഷൻ ഓഫ് ദ പൊസസീവ് ഇൻസ്റ്റിങ്ക്ട്.
ആദ്യം കുട്ടി മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോ ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വേണം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകണം, അങ്ങനെ ഒരു ചിന്തയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്നത്. ദെൻ അവർ ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാക്കി തുടങ്ങും ഈ മെറ്റീരിയൽസ് എല്ലാം ഇവിടുത്തെയാണ്, മോണ്ടിസോറി ക്ലാസ് റൂമിലാണ്. ഇവിടെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ്. അല്ലാത്ത സമയത്ത് എന്നെ പോലെ തന്നെ ഞാൻ യൂസ് ചെയ്ത പോലെ തന്നെ ബാക്കി എല്ലാ കുട്ടികൾക്കും അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും. പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് ആൻഡ് നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. മോണ്ടിസോറി കുട്ടികൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് വേണ്ടതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും. നോട്ട് ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഒരു കാര്യം അവർ ചെയ്യില്ല. അവർ ഒബീഡിയന്റ് ആയിരിക്കും. കാരണം നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവർക്കും നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്. നമ്മൾ കുട്ടികൾ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഫുൾ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് നമ്മൾ മുതിർന്ന കുട്ടികൾ എങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. മ്യൂച്വൽ എയ്ഡ് നോർമലി എന്താണ് അവിടെ കാണുന്ന ഒരു രീതിയാണ് മ്യൂച്വൽ എയ്ഡ്. പരസ്പരമുള്ള സഹായം നമ്മൾ കണ്ടുവരുന്ന ഒരു ഫാക്ടറാണ് മോണ്ടിസോറി ക്ലാസ് റൂം. ഇനി സ്പോർട്സ് ഫൗണ്ടേഴ്സ് സെൽഫ് ഡിസിപ്ലിൻ. നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നമുക്ക് എന്താണ് നല്ല ഡിസിപ്ലിൻ അവരിൽ കാണാനായിട്ട് പറ്റും. നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ എന്താണ് അവർക്ക് ഡിസിപ്ലിൻ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ റിസൾട്ട് ആണ് എന്ത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ഈസ് വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രൂട്ട് ഓഫ് ലിബർട്ടി, ലിബർട്ടിയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്താണ്? ഡിസിപ്ലിൻ ആണ്. ഓക്കെ. ജോയ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അതാണ് നമ്മൾ ഈ പറയുന്ന ജോയ്, സന്തോഷം എന്ന് പറയുന്നത്. അവന് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും ഗെയിമൊക്കെ കളിച്ചിട്ടൊക്കെ പിള്ളേര് പോയി ഈ ഗെയിമൊക്കെ കളിച്ചിരിക്കും അവർ പത്തൊക്കെ ആകുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതേപോലെ ഉള്ളതൊന്നല്ല. ശരിക്കും അവരൊരു വർക്ക് ചെയ്ത് ഒരു കുട്ടി സാറ്റിസ്ഫാക്ഷൻ കിട്ടാണെന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവനെ കൊണ്ട് എന്തോ നേടിയെടുക്കും, അവനത് അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഇതാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് ഫുള്ള് ജോയ് ആയിരിക്കും, അവന്റെ മനസ്സ് നിറയെ സന്തോഷമായിരിക്കും അവർ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവന് കിട്ടുന്നത്. ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വീക്ക് വരുമ്പോ ഇത് നന്നായിട്ട് നോർമലൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് നന്നായിട്ട് റീഡ് ചെയ്തിട്ട് വരണം. നെക്സ്റ്റ് തേഴ്സ്ഡേ നിങ്ങൾ എല്ലാവരും ഫ്രെയിമുകൾ, എല്ലാ ഫ്രെയിമും പറഞ്ഞിട്ടുണ്ടോ? ടീച്ചർ 8 പറഞ്ഞിട്ടുണ്ട്. 8 ഫ്രെയിം പറഞ്ഞിട്ടുണ്ട്. ആ 8 ഫ്രെയിമും എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വേണം നെക്സ്റ്റ് വീക്ക് ക്ലാസ്സിൽ വരാനായിട്ട്. ഓക്കെ അല്ലേ? എല്ലാവരും വർക്കൊക്കെ ചെയ്ത് തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. ടീച്ചർ ഫ്രെയിം 8 വേണം, അല്ലെങ്കിൽ 4 ഫ്രെയിമും പിന്നെ അത് മതി, ക്ലോത്ത് ആയാലും മതി. ബാക്കിയുള്ളത് നമുക്ക് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ കൺവീനിയൻസ് പോലെ തന്നെ ചെയ്തു. ഓക്കെ. അവൈലബിൾ ആയിട്ട് ബക്കിളും ബെൽറ്റും ബക്കിൾ ഫ്രെയിം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ പഴയ ബാഗിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയേ. അതെ, ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് സൗദിയിലാണ്. അപ്പൊ ബെൽറ്റും അതുപോലെ ബെൽറ്റ് ഫ്രെയിമിന് സ്ട്രാപ്പ്, പഴയ വാച്ചിന്റെ സ്ട്രാപ്പ് ഉണ്ടാവില്ലേ, അതോ യൂസ് ചെയ്യാൻ പറ്റും. പഴയ വാച്ചിന്റെ പഴയ സ്ട്രാപ്പ് എങ്ങാനുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബെൽറ്റ് ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മാമിന്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, വേറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് ഈ ഫ്രെയിമിന്റെ കാര്യം. അപ്പൊ ഞാൻ ജിഷ മിസ്സിനോട്, മാമിന്റെ നമ്പർ എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ജിഷ മിസ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വുഡന്റെ പീസൊക്കെ വെച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായപ്പോ മാം പറഞ്ഞു അത് കുഴപ്പമില്ല, കാർഡ്ബോർഡ് പീസിൽ വെച്ചാലും മതി എന്ന് പറഞ്ഞു. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ ആയതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തു. നാട്ടിൽ വരുമ്പോ അല്ലെങ്കിൽ വുഡൻ പീസ് കിട്ടാണെങ്കിൽ അത് വെച്ചിട്ട് ഫ്രെയിം കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോ അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ഒന്ന് ചെയ്താൽ മതി. ഓക്കേടാ. അപ്പൊ നമ്മളെ ഫ്രെയിമുകൾ എല്ലാവരും കംപ്ലീറ്റ് ആക്കാം. ക്രാഫ്റ്റിന്റെ ഒക്കെ കടയിൽ നമ്മൾ നാട്ടിൽ കിട്ടുന്നുണ്ട് ഫുഡിന്റെ പീസിന് ഒരു 20 രൂപയൊക്കെ ഉള്ളൂ. നമുക്കത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രെയിമുകളൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഫ്രെയിം ഒക്കെ കംപ്ലീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം.
എല്ലാവരും പ്രസന്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണം വരാൻ. ഓക്കെ അല്ലേ? എന്താ പ്രതികരണം ഒന്നും ഓക്കെ ഇല്ലാതെ? മാം. ഓക്കെ മാം. ഓക്കേടാ, എല്ലാവരും റെഡി ആവണം. നിങ്ങൾക്ക് ഇപ്പൊ പറ്റുന്ന അത്രയും ഫ്രെയിം ചെയ്താൽ മതി. 8 ഫ്രെയിം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ചിലപ്പോ നിങ്ങളുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഒറ്റ ഫ്രെയിമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ പോലും ആ ഒരു ഫ്രെയിം ചെയ്തിരിക്കണം. നിങ്ങൾ ഫുൾ എഫേർട്ട് എടുത്ത് ആ ഒരു വർക്കിനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, teacher. Have a nice day. Thank you, ma'am.